മത്തി കഴിക്കാനുള്ള കൊതിയുണ്ട്. മത്തി മേടിക്കാൻ പോയിട്ട് നല്ല ആവോലി കണ്ടപ്പോൾ ആ ആവോലി മേടിച്ചിട്ട് വന്നു. കുറേ കഷ്ണങ്ങളുള്ളതുകൊണ്ടേ കുറച്ച് കറിയും വയ്ക്കാം, ബാക്കിയെടുത്ത് ഫ്രൈയും ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേ ഈസ്റ്റേൻ്റെ ഫിഷ് ഫ്രൈ മസാല ഇല്ലേ, അതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലേ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ വെള്ളം എടുത്ത് മിക്സ് ചെയ്തെന്ന് മാത്രം. എന്നിട്ടുണ്ടല്ലോ ഈ ആവോലിയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, അതിലേറ്റവും നല്ല ഭംഗിയുള്ള കഷ്ണങ്ങൾ നോക്കിയിട്ട് ഞാൻ വറുക്കാൻ വേണ്ടി എടുത്തു. വറുത്തിട്ട് പ്ലേറ്റിൽ അങ്ങനെ കിടക്കുമ്പോഴേ കുറച്ച് ഭംഗിയോടെ തന്നെ കിടക്കട്ടെന്നേ. എന്നിട്ട് അതിലെ ഓരോ കഷ്ണങ്ങളിലേക്കും നന്നായിട്ട് അങ്ങ് മസാല തേച്ച് പിടിപ്പിച്ചു. അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞ് ഫ്രൈയും ചെയ്ത് കഴിക്കാൻ നേരത്ത് ചിലപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളിലും ഈ മസാല ശരിക്കും പിടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നന്നായി തേച്ച് പിടിപ്പിച്ച് അതങ്ങ് മാറ്റി വെച്ചു. ഇനി കറി വയ്ക്കാൻ നോക്കാം. ഒരു ചട്ടി എടുത്ത് ബാക്കി കഷ്ണങ്ങളിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചേർക്കുക എന്നറിയോ? പച്ചമുളക് അരിഞ്ഞിടും, ഇഞ്ചി ചതച്ചിടും. പിന്നെ ഒരു ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്ത് അതിലേക്ക് ഈ പച്ച മല്ലിയില്ലേ, ഇനി മല്ലിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ പച്ചമല്ലി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. അതുമിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തരി തരിയായിട്ട് അങ്ങ് അരച്ചെടുത്തു. എന്നിട്ട് ആ അരപ്പും ഈ ഫിഷിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വട്ടം ചുറ്റിച്ചു. പക്ഷേ ഉണ്ടല്ലോ അപ്പോൾ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ താഴെ തന്നെ ഒളിച്ചിരിക്കുകയെന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കയ്യിലെടുത്തിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. കണ്ടോ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. ഈ സമയത്ത് നമുക്ക് കയ്യിലെടുത്ത് ഇളക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നന്നായി വെന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം, നന്നായി തിളച്ചതിനൊക്കെ ശേഷം അങ്ങനെ കയ്യിലെടുത്ത് ഇളക്കണ്ട. അപ്പോൾ നമ്മളിങ്ങനെ വട്ടം ചുറ്റിച്ചാൽ മതിയേ. ഇനി അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ആവശ്യത്തിന് പുളിവെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് അവിടെ കിടന്ന് നന്നായിട്ടങ്ങ് തിളക്കട്ടെ. ഇടയ്ക്കെടുത്ത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും അടച്ചു വെച്ചു, വീണ്ടും തുറന്ന് നോക്കി. അങ്ങനെ അത് കുറേ നേരം അവിടെ ഇരുന്ന് നന്നായിട്ട് ആവശ്യത്തിനാവട്ടെ. അതിനിടയ്ക്ക് ഞാനത് ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമ്മൾ വറുക്കാൻ വേണ്ടി വെച്ച കഷ്ണങ്ങളില്ലേ അത് വറുത്തെടുക്കാം. എനിക്കിപ്പോൾ 4 പീസുകളെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ 4 ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് പാകത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അതിനിടയ്ക്ക് നമ്മൾ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്ന മീൻ കൂട്ടാനും മറക്കാണ്ടിരിക്കുക. അതും പാകമായോ നോക്കുക. അപ്പോൾ മീൻ കൂട്ടാൻ പാകമായ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് കറിവേപ്പില ഇടുക, അടച്ച് വയ്ക്കുക. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ പേര് കണ്ടു പോകുന്നുണ്ട്, പക്ഷെ ആരും ലൈക്കും ചെയ്യണില്ല, സബ്സ്ക്രൈബും ചെയ്യണില്ല. ഇതായിരുന്നു കേട്ടോ ഉച്ചക്കലത്തെ എൻ്റെ വിഭവങ്ങൾ.